ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഊട്ടിയിലേക്കുള്ള യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണും കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഊട്ടിയിൽ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ മുരുകൻ ടെമ്പിളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുരുകൻ ടെമ്പിൾ എൽ ഹിൽ മുരുകൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് കേട്ടോ. അപ്പം നല്ല മലയോര മേഖലയിൽ ഹൈറ്റിലായിട്ട് നിൽക്കുന്ന ഒരു അമ്പലമാണ്. അപ്പം നല്ല ഉയരത്തിലാണ് ഈ ഒരു അമ്പലം നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ചുറ്റിലായിട്ട് ഫുള്ളിങ്ങനെ മരങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു സൈലൻറ്റ് മൂഡാണ് ഇവിടെ വരുമ്പോൾ. പിന്നെ ചുറ്റിലും കുറേ പശുവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെയറൊക്കെ കയറിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പളനിക്കൊക്കെ പോകുന്ന പോലെ കുറേ സ്റ്റെയറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കയറിയിട്ട് വേണം അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ എത്ര ദൂരത്തു നിന്നാലും നമുക്ക് ഈ മുരുകൻ്റെ രൂപം കാണാൻ പറ്റും കേട്ടോ. അത്രയും ഹൈറ്റിലാണ് ഈ മുരുകൻ്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളിൽ മുരുകൻ്റെ രൂപമാണ് അവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. പിന്നെ പുറത്ത് വരുമ്പം ഈ ഒരു പാറയുടെ സൈഡിലൂടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗുഹയിലൊക്കെ പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് കുറേ പ്രതിഷ്ഠകളുണ്ട്. ശിവനുണ്ട്, പാർവതി ഉണ്ട്, ദുർഗാദേവി ഉണ്ട്, പിന്നെ നീലക്കരിങ്കാളിയുടെ രൂപമുണ്ട്. അങ്ങനെ കുറേ ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചിറങ്ങി. പിന്നെ നേരെ ഇനി പോണത് രാവിലെ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാകും. നമ്മൾ നേരെ ഒന്ന് ചായ കുടിക്കണം. അപ്പോൾ നേരെ ടൗണിൻ്റെ അടുത്തായിട്ടാണ് ഈ അമ്പലം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ അവിടെ പോയിരിക്കാൻ തന്നെ നല്ല വൈബാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ടൗണിലെത്തി. ഇപ്പോൾ ടൗണിൽ നിന്ന് നേരെ ചായ കുടിക്കണം, ചായ മസാല ദോശ കഴിക്കണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ടൗണിലൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ എത്തി. ഒരു മസാല ദോശയും പിന്നെ അതിന് ചട്നിയുണ്ട്, സാമ്പാറും. അതൊക്കെ കഴിച്ച് നേരെ റോസ് ഗാർഡനിലേക്ക് പോയി. അപ്പോൾ റോസ് ഗാർഡനിലെത്തി. എല്ലാം അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ റോസ് ഗാർഡനും ബൊട്ടാണിക്കൽ ഗാർഡനും എല്ലാം കുറച്ച് ദൂരങ്ങളേ ഉള്ളൂ. അപ്പോൾ ടൗണിന് അടുത്തായിട്ട് തന്നെയാണ് റോസ് ഗാർഡനൊക്കെ വരുന്നത്. അപ്പോൾ റോസ് ഗാർഡനിൽ പോയി അവിടെ നിന്ന് കുറച്ച് നേരം നിന്നു സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ എത്തിയത് ബോട്ട് ഹൗസിലേക്കാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ബോട്ട് ഹൗസ് കയറുക കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വരുന്നവർക്ക് എൻട്രി ഫീസൊക്കെ എടുത്ത് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഈ ഒരു സ്പോട്ടിൽ വരുമ്പോൾ ഉള്ളത്. റോസ് ഗാർഡനും അങ്ങനെ തന്നെയാണ്. നല്ല ഫോട്ടോസ് കിട്ടും. അപ്പം സ്പോട്ടിലായിട്ട് ഫോട്ടോ എടുത്ത് അവർ ഏത് രൂപത്തിൽ വേണ്ടിയെങ്കിലും എടുത്ത് തരും കേട്ടോ. അപ്പോൾ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. ഏത് സൈസ് വേണ്ട ചോദിച്ചിട്ട് നമ്മളെ കൂടെ തന്നെ വരും. പിന്നെ നമ്മുടെ ബോട്ടുണ്ട്, അതിലൊക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറണം കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയില്ല. മുന്നേ വന്നപ്പോൾ കയറിയത് കൊണ്ട് കയറിയില്ല കേട്ടോ. പിന്നെ അഡ്വഞ്ചറൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ. പിന്നെ ഫുഡ് കോർട്ടുണ്ട്. പിന്നെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ വ്യൂ ആയിട്ട് കേട്ടോ. നല്ല വ്യൂ ആണ് അവിടെ. പിന്നെ ഫ്ലവർ സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്ലവർ ഷോ ഒക്കെ കാണാം. പിന്നെ നമ്മൾ നേരെ അവിടത്തെ മിനി ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ മിനി ട്രെയിനിൻ്റെ ചെറിയൊരു പൈസയേ ഉള്ളൂ. അപ്പോൾ 15 മിനിറ്റാണ് അവർ പറയണത്. 15 മിനിറ്റൊന്നും ഇല്ല, ഒരു 5-10 മിനിറ്റോ അത്രയേ ഉള്ളൂ. കുറച്ച് ദൂരം പോയിട്ട് തിരിച്ച് വരും. അപ്പോൾ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അതിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു ടിക്കറ്റിൻ്റെ പൈസയെ വരുന്നുള്ളൂ, 30 രൂപ എങ്ങാനായിരുന്നു. അങ്ങനെ നമ്മൾ മിനി ട്രെയിനിൽ കയറി കേട്ടോ. പിന്നെ ഷോപ്പിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണ്ടേ. അപ്പോൾ കുറേ ക്യാപ്സ് ഉണ്ട്, പിന്നെ ഗ്ലാസ്സസൊക്കെ ഉണ്ട്, പിന്നെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. എവിടെ നോക്കിയാലും ജാക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലും ഒന്ന് വാങ്ങണം. കുറച്ച് തപ്പി നമ്മളെ നല്ലൊരു ബാഗ് വാങ്ങി കേട്ടോ. അപ്പം 250 രൂപയെങ്ങാൻ മറ്റുമായിരുന്നു. അപ്പം ബാഗും ഒരു പൗച്ചടങ്ങുന്ന നല്ലൊരു ബാഗ് കിട്ടി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും ബാഗ് വാങ്ങാറുണ്ട്. കുറേ കാലമൊക്കെ എത്തും. അപ്പോൾ ഇവിടുത്തെ വെച്ചിട്ട് അവിടെ നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഊട്ടിയിലെത്തിയില്ല. ഊട്ടിയിൽ ഫ്ലവർ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഒരുപാട് കാലം നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മളെവിടെ എത്തി, ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ എൻട്രൻസിൽ തന്നെ കുറേ കമ്മലുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമ്മലൊക്കെ നോക്കി. പിന്നെ ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ. ക്യാപ്സൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വരുന്നവർക്ക് എപ്പോഴും യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്.
പിന്നെ നല്ല ടോയ്സൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഷോപ്സാണ്, ടീ സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നല്ല തണുപ്പത്ത് നമ്മൾ ഈ ചോളമൊക്കെ പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് പച്ചക്കടല വേവിച്ചിട്ടൊക്കെ തരുന്നുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ട്. അത് നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ ബൊട്ടാണിക് ഗാർഡനിൽ കുറേ എൻട്രൻസിൽ തന്നെ കുറേ ഷോപ്പാണ് കേട്ടോ. അപ്പം മറ്റേ റോസ് ഗാർഡനിലൊക്കെ കുറവാണ്, അങ്ങനെ ഇല്ല. ഇവിടെയാണ് നമുക്ക് ഷോപ്പിങ്ങൊക്കെ ചെയ്യാവുന്നവർക്ക് ഇവിടെ വന്നിട്ട് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാഗ്സും ജാക്കറ്റ്സും കുറേ ഉണ്ട്. അപ്പം നമ്മൾ ഇനി പോകുന്നത്, എനിക്ക് ഏറ്റവും ഫേവറേറ്റുള്ള സ്ഥലമാണ് സൂയിസൈഡ് പോയിൻ്റ്. അപ്പോൾ സൂയിസൈഡ് പോയിൻറ്റിൽ മുന്നേ വന്നിട്ടുണ്ട്. അപ്പം നല്ല തണുപ്പാണ് അവിടെ. നല്ല തണുപ്പെന്ന് വെച്ചാൽ പോകുന്ന വഴി തന്നെ നല്ല കോടയൊക്കെയാണ് കേട്ടോ. കണ്ട, അപ്പം ചെറിയ മഴയൊക്കെ കിട്ടി. അപ്പം നമുക്ക് ഇത്ര നേരമായിട്ട് അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ തന്നെ നല്ല മഴയാണ്. കുറച്ച് ടൗൺ ഏരിയ അല്ല, ഉള്ളോട്ട് പോകുന്ന ഏരിയയാണ്. അപ്പം നല്ല ഫോറസ്റ്റിലോട്ട് പോകുമ്പോൾ നല്ല കോടയും നല്ല മഴയൊക്കെ കിട്ടി കേട്ടോ. അപ്പം സൂയിസൈഡ് പോയിൻറ്റിൽ പോകാത്തവർ ഉണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കാം, അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ സൂയിസൈഡ് പോയിൻറ്റിലെത്തി. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ കുറച്ച് പേരേ ഉള്ളായിരുന്നു, സീസൺ അല്ലാത്തതുകൊണ്ട് കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സൂയിസൈഡ് പോയിൻറ്റിൽ നിന്ന് നമുക്ക് അടുത്തുള്ള സ്പോട്ടൊക്കെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് 9 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൂയിസൈഡ് പോയിൻറ്റിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേക്കും നല്ല നൂഡിൽസൊക്കെ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല തണുപ്പാണ്, 11 ഡിഗ്രിയാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് നല്ല ചൂടോടെ എന്തെങ്കിലും കഴിക്കണമൊക്കെ തോന്നും. അങ്ങനെയാണ് സ്പെഷ്യലായിട്ടൊരു ഐറ്റം കണ്ടത്. ഇവിടെ കാടമുട്ട നമുക്കിങ്ങനെ കല്ലിലിങ്ങനെ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് മസാല ഒക്കെ ഇട്ട് തരും കേട്ടോ. അപ്പം ഇവിടെ എത്ര 4-5 മുട്ട അങ്ങനെ തോന്നും. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് 2 സൈഡായിട്ട് ഫ്രൈ ആകുന്ന രീതിയിൽ ഇവർ മറിച്ചിടും കേട്ടോ. എന്നിട്ട് അതിലുള്ള മുളക് പൊടി എന്തൊക്കെ മസാല ഒക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ തരും. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ മുളക് പൊടിയോ എന്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാടമുട്ടൊക്കെ കഴിച്ച് നേരെ വ്യൂ പോയിൻ്റൊക്കെ പോയി. അതിനുശേഷം നൈറ്റ് ഡ്രൈവിലേക്ക് ഇറങ്ങി കേട്ടോ.